തിയേറ്ററിൽ പ്രകമ്പനം കൊള്ളിക്കട്ടെ. നിങ്ങൾക്ക് പ്രകമ്പനമായി മാറട്ടെ. എൻ്റെ പ്രൊഡ്യൂസേഴ്സിന് സാമ്പത്തികമായിട്ട് പ്രകമ്പനമായി മാറട്ടെ. ഈ അവസരത്തിൽ ഇതൊക്കെ തന്നെയാണ് എന്നോട് പറയാനുള്ളത്. എന്തെങ്കിലും ചോദിക്കാണെന്ന് ചോദിക്കാം. യുവർ ഏർലിയർ അസോസിയേഷൻസ് ഇപ്പോൾ രേഖ, അറ്റൻഷൻ പ്ലീസ്, അതിലെല്ലാം ഒരു വയലൻസ് இருந்ததுல்ல சார்? அந்த படத்தில் அந்த சப்ஜெக்டில் அப்படி ஒரு வயலன்ஸ் இருந்தது, கண்டென்ட் ஓரியன்டாக இருந்தது. ஆனால் பிரகம்பனத்தோட மொத்த அவுட்லுக்கே ரொம்ப கொமர்ஷியலாக ஃபன்னாக இந்த மாதிரி ஒரு அசோசியேஷன் அது எப்படி இருந்தது? ஐ திங்க் இது அதான் அந்த வயலன்ஸ் தான். இட்ஸ் லைக் அவர் சொன்ன மாதிரி ஒரு ஹாரர் காமெடி, பட் இட்ஸ் லைக் அ வெரி ஃபன் ஃபில்ம். ஸோ we used to enjoy and we were looking for that kind of films also. It's not that we take only violent and very darker films in the mari. So when we got something like this, we are happy to associate with this film and be a part of this film. ഗണപതിയെ വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ആക്ടറായിട്ട് ആണ് കുറേ ആളുകൾ നോക്കി കാണുന്നത്. ഗണപതിയുടെ സെലക്ഷൻസ് ആയാലും ഇപ്പം മഞ്ഞുമൽ ബോയ്സിന് പോസ്റ്റ് ഗണപതിയുടെ മേലെ ഒരു പ്രഷർ എന്നല്ല, എക്സ്പെക്ടേഷൻ ഉണ്ട്. ഇപ്പൊ പ്രകമ്പനത്തിൽ ഒരു ഔട്ട് ആൻഡ് ഔട്ട് എന്റർടൈനർ ആണോ പ്രതീക്ഷിക്കാൻ പറ്റുക? ഇപ്പം ആലപ്പുഴ ജിംഖാനയില ഉൾപ്പെടെ അവിടെ ഒരു പെർഫോമറിനെയും കൂടി നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഒരു രജിസ്ട്രേഷൻ ഉണ്ട്. അപ്പൊ പ്രകമ്പനത്തിൽ എന്താ ഗണപതിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക? എനിക്കറിയില്ല, കൃത്യമായിട്ട് പറയാനറിയില്ല. പക്ഷേ ഇതൊരു ഹൈലി എൻ്റർടൈൻമെൻറ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ്. ത്രൂ ഔട്ട് ഫൺ ആൻഡ് ലൈക്ക് ഈ പറയുന്ന പോലെ ചെറിയ ഹൊറർ എലമെൻറ്റും പരിപാടിയായിട്ട്. ഇതിൻ്റെ ഒരു വൺ ലൈൻ ഇപ്പോൾ പറഞ്ഞ പോലെ കാർത്തികാണ് പറഞ്ഞ പോലെ വൺ ലൈൻ കേട്ടപ്പോൾ തന്നെയാണ് നമ്മളും ഭയങ്കര ഇമ്പ്രസ്ഡ് ആയത് ഈ സിനിമയുടെ. അപ്പോൾ ആ ഒരു എലമെൻറ്റിൽ നിന്നാണ് ഈ പടം തുടങ്ങുന്നതും ഈ പടത്തിൻ്റെ ഫുൾ ഔട്ട് ആൻഡ് ഫൺ വരുന്ന പരിപാടിയും. അപ്പം കുറേ കാലത്തിന് ശേഷം എനിക്ക് തോന്നുന്നു ഫുള്ളി ഹ്യൂമറായിട്ട് ചെയ്യാൻ പറ്റിയൊരു സിനിമയാണിത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. സാഗറിനെ ഈ പണിക്കൊക്കെ ശേഷം വളരെ റോ ആയിട്ടുള്ള ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള വേഷങ്ങളിലായിരിക്കും ഇനി അങ്ങോട്ടേക്ക് എന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ സാഗറിന്റെ ഒരു സോൺ ഉണ്ട്. ഇപ്പം തട്ടിമുട്ടിയിൽ ഉൾപ്പെടെ ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള വൺ ലൈനേഴ്സും കൗണ്ടേഴ്സും ഒക്കെ പറയുന്ന ഒരു ആക്ടർ ഉണ്ട്. അപ്പൊ ആ സൈഡ് കുറേ കൂടി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാവുന്ന, അതായത് വളരെ ഫൺ ലവിങ് ആയിട്ടുള്ള ഒരു സാഗറിനെ ആയിരിക്കും നമുക്ക് ഇവിടെ കാണാൻ പറ്റുക. എന്നെ മാത്രമല്ല, ഇതിലെല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇത് ഫുള്ള് എല്ലാവരും അങ്ങനെ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടാണെങ്കിലും, വിജയ് ചേട്ടനായിട്ടാണെങ്കിലും, ജേണു ആണെങ്കിലും, അമീനാണെങ്കിലും, ശീതളാണെങ്കിലും, അപ്പം അങ്ങനെ ഒരുപാട് സ്പേസ് കിട്ടിയിട്ട് വർക്ക് ചെയ്യണം. ഇതിൽ ഓരോ സിറ്റുവേഷൻസ്, ഓരോ ഡയലോഗ്സ് വരെ നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. ആൾക്കാരെ ചിരിപ്പിക്കാൻ പറ്റുമെന്നാണ് നമ്മുടെ വിശ്വാസം. കൂടുതൽ പറയുന്നില്ല. എന്തായാലും ആ ഒരു ഫണ്ണായിട്ടാണ് നമ്മളെല്ലാവരും ചെയ്തിരിക്കുന്ന ഓരോ സീക്വൻസും. അങ്ങനെ തന്നെ നിങ്ങൾക്കും കാണാൻ പറ്റട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ബാക്കി നിങ്ങളൊക്കെ പറഞ്ഞാൽ മതി ആ പടം ഇറങ്ങുമ്പോൾ. അതാണ് അതിൻ്റെ ഒരു റൈറ്റ്. വിജയ്, പടത്തിന്റെ ഒരു ഫസ്റ്റ് പോസ്റ്ററൊക്കെ കാണുമ്പോൾ ഒരു ജോണർ ഉള്ള പോലെയൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. ഒരു ജോണർ സിനിമയാണ് എന്നുള്ള പോലെ തോന്നുന്നുണ്ട്. ഇപ്പം അടികപ്പേര് കുട്ടമണിയൊക്കെ ഉണ്ടാക്കിയ ഒരു ബെഞ്ച് മാർക്ക് ഉണ്ടല്ലോ, ആ ഒരു ഫൺ സോൺ ഉണ്ടല്ലോ, അവിടേക്കാണോ പ്രകമ്പനം നോക്കുന്നത്? അത് നിങ്ങളെയാണ് വിലയിരുത്തേണ്ട കണ്ടതിന് ശേഷം എന്ന് വേണം പറയാം. എനിക്ക് തോന്നുന്നത് പഴയ ഹിന്ദ് ഹരിയർ നഗർ എടുത്തു കഴിഞ്ഞാൽ പോലും പിന്നെ അവിടെ നിന്ന് വന്ന് ഇതുപോലുള്ള കൂട്ടുകെട്ട് സിനിമകൾ ഇവിടെ ഹിറ്റ് അടിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത്തരം ഒരു കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് പ്രകമ്പനം. എനി ക്വസ്റ്റ്യൻ?